നെയ്യാറ്റിങ്ങനെ വിളിച്ചു പോയത് ഇപ്പൊ എന്തായാലും അറിയാല്ലേ. ആരാ വിളിക്കേ? അമ്മ വിളി. നീ പറഞ്ഞു തന്നില്ല, അതാ അമ്മ വിളിക്കുന്നു. ഉള്ളല്ലേ അമ്മ ക്യാഷ് കിട്ടാൻ പറഞ്ഞതേ ഉള്ളൂ. നേരെ അമ്മ വിളിക്കാൻ പെട്ടെന്ന് അമ്മ വിളിക്കുകയും ചെയ്തു. എന്തമ്മ ഈ സുരേന്ദ്രൻ ഇവിടെ വന്ന് വല്ലാതിരിക്കണേ? പേടിച്ചോലെ? അത് ശരി. ആ ഹാ ഹാ ഓ ശരിയമ്മ. ഓ സംഭവം അവന്റെ ഒരു കൂട്ടുകാരന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു. അയ്യോ. അപ്പൊ ഇവ ബോഡി കാണാൻ പോയി. ശവദാഹം വരെ ഇവ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഒരു പേടി. അവിടെ നിൽക്കാൻ തന്നെ പേടി, ആ ഏരിയയിൽ നിൽക്കാൻ പേടി. അതുകൊണ്ടാണ് ആരും അറിയാതെ അവ ഇനി മുങ്ങിയത്. യേശുവേ, നിനക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലേ? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആവാം. എന്റർടൈൻമെന്റ് ഒക്കെ വഴിയെ പറഞ്ഞുതരാം. അറിയിച്ച അങ്ങോട്ട് ഇവിടെ അവന്റെ പേടി മാറണം, ഇത്രേ ഉള്ളൂ. ഒന്നാമതേ ചിറ്റപ്പം പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അറിയാല്ലേ. തമാശയല്ലേടേ, നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഹലോ. പ്രസിഡന്റ്, ഞാൻ നേരത്തെ വന്നിരുന്നു, കണ്ടില്ല. അല്ല, കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി കൂടെ നിൽക്കണം. കള്ളന്മാരെ പിടിക്കാൻ ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കണം, ഉറപ്പായിട്ടും നിൽക്കണം. നമ്മൾ നിയമം കയ്യിലെടുത്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിയമം പോലീസ് പറയുന്ന വഴിയെ നമുക്ക് നിയമത്തിന്റെ പുറകെ. അല്ലാതെ നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. അല്ല, നമുക്ക് അവന്മാരെ വെട്ടിപ്പിരിക്കാൻ പറ്റൂല. നമുക്ക് അവരെ പിടിച്ചാൽ മതിയെന്നേ. അത് ഞാൻ കൂടെ. ഓ, അത് മതി. എന്താടേ അല്ല, എനിക്ക് നിന്റെ അടുത്ത് ഒന്നുകൂടി. അല്ല, നിനക്ക് പേടിയോ? അല്ലേ, എനിക്കെന്ത് പേടി? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു പേടിക്കുന്നത്? അല്ലേ പ്രസിഡന്റ്? കള്ളന്മാരുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, അവന്മാരെ നമുക്ക് പിടിക്കാം. പ്രസിഡന്റ്, നമ്മളുടെ സുന്ദറിന്റെ അമ്മ എന്തോ കണ്ട് പേടിച്ചോലോ എന്ന് പറഞ്ഞില്ലേ? അതെ. അതെന്തായിരുന്നു? അത് അവര് നിഴല് കണ്ട് പേടിച്ചാണ്. അത് അവരുടെ തന്നെ നിഴലായിരുന്നു. അർദ്ധരാത്രിയൊക്കെ നിഴല് കണ്ട് പേടി. പക്ഷെ നിഴലല്ലെങ്കിലോ, എല്ലാ ആത്മാക്കളോ എല്ലാം ആണെങ്കിലോ അത് പറയാൻ പറ്റൂല. ഓ ചുമ്മാ ഇരിയണ്ണ. ആത്മാക്കള്, അങ്ങനെ ആത്മാക്കളും ഭൂതവും പ്രാതമൊന്നുമില്ല. എനിക്കറിയാം. എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പൂത്തിനെയും പ്രായത്തിനും ആത്മാവിനെ കണ്ടിട്ടില്ലല്ലോ. പൂത്തിനെയും പ്രായത്തിനും ആത്മാവിനെ കണ്ടിട്ടില്ലാന്ന് നീ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കൽ ആത്മാവിനെ കാണും. അപ്പോഴും നീ ആത്മാവിനെ കണ്ടു എന്ന് പറയാൻ നീ കാണൂല. പോടാണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യം പറ. നീ പോ. നീ ശരിയല്ല. ഇവിടെ തന്നെ എത്ര ആത്മാക്കളുണ്ടെന്ന് അറിയാനാണ്. ഈ ഏരിയ ഉണ്ട്. നീ മനുഷ്യ, എനിക്ക് പേടിയൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ പറയണത്? അങ്ങനെ ഇല്ലല്ലോ. നീ പോവന്നെ. അല്ല, പേടിയില്ല. ഈ ആത്മാക്കളെ സംഭവം എന്നറിയാമോ? ഇപ്പം ഇവ അവിടെ ഇരിക്കും. അപ്പം ഞാൻ വന്നവനെ വിളിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരും. യഥാർത്ഥത്തിൽ ഞാനല്ല, ആത്മാവ് വേറെ ആത്മാവാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾ വരും. നിങ്ങൾ വന്നിട്ട് സുരേന്ദ്ര വാന്ന് പറയുമ്പോൾ എന്ത് പ്രസിഡന്റ് നിങ്ങളെ പറയാ വരും. കുറെ ദൂരം പോകുമ്പോഴാണ് അറിയണത് അത് നിങ്ങളല്ല. അങ്ങനെയൊന്നും പറയാൻ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇല്ല, നീ പോകാൻ അങ്ങനെയൊന്നുമില്ല. വെറുതെ പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കേണ്ട ശരിക്കും അങ്ങനെ ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയണതല്ലെന്നേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.